എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചിങ്ങ 1. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വർഷം ആയിരിക്കട്ടെ. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷ സമാധാനവും എല്ലാം നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 1 തീയതിയല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ, പേഴ്സണൽ റീഡിങ് എന്തിനായാലും പേഴ്സണൽ റീഡിങ് എടുക്കാം. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. വിളിക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ് തരും. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും എൻ്റെ വീഡിയോ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. യൂണിവേഴ്സ്, എൻ്റെ യൂണിവേഴ്സ് ഈ വർഷം ഇത് 1 തീയതിയാണ്. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് ചിങ്ങ 1 തീയതിയായിട്ട് നൽകുന്ന മെസ്സേജസ്. എൻ്റെ യൂണിവേഴ്സ് ചിങ്ങ 1 തീയതിയായിട്ട് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? 1 തീയതിയായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് നൽകുന്ന 1 തീയതിയായിട്ട് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് 1 തീയതിയായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? ചിങ്ങ 1 തീയതിയായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് 1 തീയതിയായിട്ട് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എൻ്റെ യൂണിവേഴ്സ് 1 തീയതിയായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല കാർഡാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ടൈം ചേഞ്ച് ആവാൻ പോകണമെന്നാണ് പറയണത്. ഇനി നല്ലൊരു കാലം വരാൻ പോകണമെന്നാണ് നിങ്ങൾക്ക് പറയണത് കേട്ടോ. നിങ്ങളുടെ കർമ്മഫലമൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഏത് ദൈവങ്ങളെയാണോ വിളിക്കുന്നത് അവരെ നന്നായി വിളിച്ചോളൂ. അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാനായിട്ട്. നിങ്ങളിലേക്ക് എല്ലാ നന്മകൾ വരാനും എല്ലാ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരാനായിട്ടാണ് ഇനി പോകുന്നത്. വിദേശത്തൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു സാധ്യത, വിദേശത്ത് പോകാനായിട്ടൊരു സാധ്യത. ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇനി നല്ല പരസ്പരം പ്യുവറായിട്ടുള്ള സ്നേഹമാവുന്ന, നല്ല സ്നേഹമാവുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ വന്ന് നല്ല കാർഡാണ്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ അതും നല്ലൊരു കാർഡാണ്. നിങ്ങൾക്ക് പൈസയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉള്ളൊരു ജീവിതം, കുടുംബജീവിതം ഉണ്ടാവുന്ന പറഞ്ഞത്. ധാരാളം സ്വത്തുക്കളും നല്ല സ്നേഹമുള്ളൊരു കുടുംബം, സ്നേഹമുള്ള ഭാര്യയും മക്കളും, അങ്ങനെ നല്ലൊരു കുടുംബം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയണത്. നല്ല സ്നേഹം നിറഞ്ഞ ഒരു കുടുംബം. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം സമാധാനം എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതാണ് പറയണത്. പിന്നെ കുറച്ച് പേർക്ക് കേട്ടോ
വളരെ മിക്കവർക്കും നല്ലതാണ്. വളരെ ചെറിയ പേർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരെ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാം കുറച്ച് പേർക്ക് കേട്ടോ. പിന്നെ വളരെ കുറച്ച് പേർക്ക്, ബാക്കി എല്ലാവർക്കും നല്ലതാണ്. വളരെ ചെറിയൊരു പേഴ്സൻറ്റേജ് മാത്രമേ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഇനി സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, സമാധാനവും എല്ലാം വരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ബന്ധം തന്നെ ഇപ്പോൾ നല്ല നല്ല പ്രണയബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാം, നല്ല സൗഹൃദം വരാം. പിന്നെന്താ, നിങ്ങൾ ഒരു വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളിപ്പോൾ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മാരേജ് നടക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അതിന് സമയമായി എന്നാണ് പറയണത്. അങ്ങനെ സന്തോഷ സമാധാനവും ആഘോഷമൊക്കെ നിങ്ങളുടെ ലൈഫിലൊരു ആഘോഷം വരാൻ പോകുന്നു എന്ന് പറയണത്. നല്ല ഒരു കുടുംബ ജീവിതം ഉണ്ടാവും. സന്തോഷം, സമാധാനം, സംതൃപ്തി എല്ലാം നിറഞ്ഞൊരു കുടുംബം ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾ നല്ല എന്താ പറയുക, നല്ല സ്നേഹമുള്ള ദമ്പതികൾ ആവും എന്നാണ് പറയണത്. നിങ്ങളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. നല്ല പവിത്രമായ സ്നേഹമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ഒരാളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോകുന്നെന്ന് പറഞ്ഞു. നിങ്ങളതിന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കാൻ പോവാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് വളരെ അഡിക്റ്റ് ആണെന്നാണ് പറയുന്നത്. വളരെ ഏറെ സ്നേഹിക്കുന്നെന്നാണ് പറയുന്നത്. വളരെ ഡീപ്പ് ലവ് ആണെന്നാണ് പറയണത്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് എന്തൊരു അബണ്ടൻറ്റ് വരണു എന്നാണ് പറയണത്. ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ഈശ്വരാധീനമൊക്കെ വളരെയധികം ഉണ്ട് കേട്ടോ. നിങ്ങളെന്തെങ്കിലും ഒരു വിളവെടുപ്പിന് സമയമായി എന്നാണ് പറയുന്നത്. അതെന്താ വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അതെല്ലാം നേടാനായിട്ട് സമയമായി. അതൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നടക്കാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവോഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്കാണ് അനുകൂലമായിട്ട് വരുന്നത്. എന്തെങ്കിലും ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർ കുഴപ്പമില്ല കേട്ടോ. അഥവാ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നാണ് പറയണത്. നീതി നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. പിന്നെന്താ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞു 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നപ്പോൾ പറഞ്ഞു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അത് അവർക്ക് തന്നെയാണ്. കുറച്ച് പേർക്ക്, വളരെ ചെറിയ പേർക്കാണ് മൂൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു കുറച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ചീറ്റിങ് നടക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടൊക്കെ ആയിരിക്കും വഞ്ചന കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. കുറച്ച് പേർക്ക് ഭയം, അവരുടെയെങ്കിലും നിങ്ങളെന്താണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെ ദുഃഖമാണെന്നാണ് പറയണത്. കുറച്ച് പേർക്കേ ഉള്ളൂ. അപ്പോൾ വളരെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് ഇത് കാണുന്നുണ്ടെന്നാണ് പറയണത്. പിന്നെ നിങ്ങളെന്താ ഇപ്പോൾ പേജ് ഓഫ് സോർട്സ് ഉണ്ട്. എന്താ, എല്ലാത്തിനും സ്വയം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരാൾ മറ്റേ ആളെ വെറുതെ സംശയിക്കുക. അത്ര ആവശ്യമുള്ള കാര്യത്തിനൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണക്കവും വഴക്കും അങ്ങനെ ചെറിയ അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാലും ചുമ്മാ ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില സംഘടനകൾ, അതൊക്കെ മാറി വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇനിയൊരു പുതിയൊരു തുടക്കമൊക്കെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇനി അതെല്ലാം മാറി
നല്ലൊരു ബന്ധത്തിൻ്റെ തുടക്കമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഇത്തിരി ലെസ് കോണ്ടാക്റ്റൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ മാറി ഇനി നല്ലൊരു തുടക്കം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നല്ല ഉറച്ച മനസ്സൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഇത്തിരി സ്വത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്തിരി പൈസ ഉള്ള വീട്ടിലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ പൈസ ഉള്ളവരോ അങ്ങനെയൊക്കെ ആൾക്കാരാവാനായിട്ട് നിങ്ങളിലേക്ക് എല്ലാ ഭാഗ്യങ്ങളൊക്കെ വന്ന് ചേരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അത് ഉന്നം വെച്ച് അത് എയിം ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. നിങ്ങൾ ദീർഘവീക്ഷണമുള്ളൊരു ആൾക്കാരാണ്. അതിൽ നിങ്ങളുടെ ആ ലക്ഷ്യം എന്താണോ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളിലേക്ക് ഭാഗ്യം ഐശ്വര്യം ഒക്കെ വരാൻ പോകുന്നു എന്നാണ് പറയണത്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും തരണം. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു തരാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.